രോഹിതേട്ടാ, നമ്മുടെയൊക്കെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ കൊല്ലത്തുണ്ടാകാൻ പോകുന്നത് വലിയൊരു UDF തരംഗമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതിൽ തന്നെ ഒരു സുപ്രധാന മണ്ഡലമാണ് കുണ്ടറ എന്ന് പറയുന്നത്. അവിടെ ഈ പറഞ്ഞ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ഉള്ളൊരു സെലിബ്രിറ്റി മത്സരിക്കുന്നുണ്ട്. മറ്റ് ബിഗ് ബോസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബിഗ് ബോസ് താരങ്ങളുടെ ഒരു കുത്തൊഴുകുണ്ടല്ലോ, അത് നോക്കുകയാണെങ്കിൽ ഒരു സെലിബ്രിറ്റി ഉണ്ട് അവിടെ സ്ഥാനാർത്ഥിയായി. അപ്പോൾ കുണ്ടറയുടെ ഭാവി എന്തായിരിക്കും? എന്താണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലമായി വരാൻ പോകുന്നത്? നമുക്ക് കൊല്ലം എന്ന് പറയുന്ന ഇടതുപക്ഷ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ കൊല്ലത്ത് UDF ലഭിച്ചെങ്കിൽ 2016 11 നേടി LDF ഒരു സർവാധിപത്യം ഉണ്ടായിരുന്ന ജില്ലയാണ് കൊല്ലം എന്ന് പറയുന്നത്. ആ കൊല്ലം ജില്ലയിലെ ബാലികേറാമലയായി കണക്കാക്കപ്പെട്ടിരുന്ന 10 വർഷക്കാലം പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി ആയിരിക്കുന്ന MA ബേബി നിയമസഭയെ പ്രതിദാനം ചെയ്ത 2016 തെരഞ്ഞെടുപ്പിൽ ജെ മേഴ്സിക്കുട്ടിയമ്മ എന്ന സീനിയർ മോസ്റ്റ് നേതാവ് പ്രതിദാനം ചെയ്ത, അവിടെ നിന്ന് കേരളത്തിന്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ CPM സമ്മാനിച്ച മണ്ഡലമാണ് കുണ്ടറ. 2021 വരുമ്പോൾ കുണ്ടറയിൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ പാർട്ടി നിയോഗിച്ചത് PC വിശ്വനാഥിനെയായിരുന്നു. PC വിശ്വനാഥ് എന്ന് പറയുന്നത് മേഘ ഉപയോഗിച്ച പദം കൃത്യമാണ്. ഒരു പൊളിറ്റിക്കൽ സെലിബ്രിറ്റിയാണ് PC വിശ്വനാഥ്. UDF ക്യാമ്പിലെ ഒരു പൊളിറ്റിക്കൽ സെലിബ്രിറ്റിയാണ്. ഈ കുണ്ടറ മണ്ഡലത്തിന്റെ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് അവിടുത്തെ സ്ഥാനാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. ഈ പൊളിറ്റിക്കൽ സെലിബ്രിറ്റി ആയിട്ടിരിക്കുന്ന PC വിശ്വനാഥ് ഉറപ്പായും UDF മന്ത്രിസഭ അധികാരത്തിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ മന്ത്രി പദത്തിലേക്ക് എത്തുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളുടെ പേര് PC വിശ്വനാഥൻ തന്നെയായിരിക്കും. ഉമ്മൻചാണ്ടിയുടെ അരുമ ശിഷ്യൻ, ഉമ്മൻചാണ്ടിയുടെ അതേ രീതികൾ പിന്തുടരുന്ന അതെ അത്തരത്തിൽ പോകുന്ന, എനിക്കൊന്ന് ശരീരഭാഷയിലും സംസാര രീതിയിലും പോലും ഒരു ഉമ്മൻചാണ്ടി ടച്ചുള്ള, വളരെ സൗമ്യമായി സംസാരിക്കുന്ന, എന്നാൽ കാര്യങ്ങൾ കൃത്യമായി പറയുന്ന, തന്റെ മണ്ഡലത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സബ്മിഷനുകൾ ഉന്നയിച്ചിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന, നിയമസഭയിൽ കാര്യങ്ങൾ കുറിക്കുകൊള്ളുന്ന രീതിയിൽ പറയുന്ന ആളാണ് PC വിശ്വനാഥ്. 2 SL സജികുമാർ. SL സജികുമാറിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ 35-38 വർഷക്കാലമായി കുണ്ടറയിൽ സജീവമായി CPM രാഷ്ട്രീയത്തിന്റെ പല മുഖങ്ങളിൽ UFAയിലൂടെയും CPMയിലൂടെയും ഒക്കെ കുണ്ടറയിൽ നിറഞ്ഞു നിൽക്കുന്ന CPMന്റെ ഒരു നേതാവ്, കുണ്ടറയിലെ ഒരു നേതാവ്, കുണ്ടറക്കാരനായ ഒരു നേതാവ്, അതാണ് SL സജികുമാർ. മൂന്നാമത്തെ സ്ഥാനാർത്ഥിയാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി. ബിഗ് ബോസ് പോലും ജയിക്കാൻ സാധിക്കാതെ, എന്നാൽ ആ തവണത്തെ ബിഗ് ബോസ് തൂക്കിയ പുള്ളി. അങ്ങനെയാണ്, പുള്ളി ചെല്ലുന്ന കളമെല്ലാം പുള്ളിയുടെ കയ്യിലാണ്, പക്ഷെ ജയിക്കില്ല. അങ്ങനെയുള്ള അലറൽ എന്ന് ആളുകൾ കളിയാക്കി വിളിക്കുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, പക്ഷെ എന്ത് പറ്റിയെന്നറിയില്ല. അപ്പൊ എന്തായാലും റോബിൻ രാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ ട്രെൻഡും അദ്ദേഹത്തിന്റെ രീതികളും ഒന്നും വിടാൻ തയ്യാറല്ല. തലയിൽ തലപ്പാവ് കെട്ടി വാളുയർത്തി പിടിച്ച് ജയ് BJP, ജയ് സംഘശക്തി എന്നൊക്കെ വിളിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു. അതിനെ അങ്ങോട്ട് മാറ്റി നിർത്താം. കാര്യം BJPക്കാർക്ക് പോലും വോട്ട് ചെയ്യാൻ തോന്നണ്ടേ സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ? ഈ കേരളത്തില് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് BJP ആണ് എന്ന് ഞാൻ പറയാം. ഒരു 20-25 മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി 115 മണ്ഡലങ്ങളിലും ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് BJP ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ BJPക്കാർക്ക് പോലും തോന്നാത്തൊരു സാഹചര്യം ഉണ്ടാകും. ആ വോട്ടുകൾ ഇടത്തോട്ട് പോവോ വലത്തോട്ട് പോവോ എന്നതിനെ ആസ്പദമാക്കി ആയിരിക്കും ഇത്തവണത്തെ സ്ഥാനാർത്ഥികളുടെ വിജയം നിശ്ചയിക്കുന്നത്. അപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ എന്തായാലും ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അവിടെ പ്രചരണ രംഗത്തുണ്ട്. അപ്പം SL സജികുമാറും PC വിശ്വനാഥും റോബിൻ രാധാകൃഷ്ണനുമാണ് അവിടെ മത്സരിക്കുന്നത്. ത്രികോണ മത്സരം എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ എപ്പോഴും സർവാധിപത്യം, മണ്ഡലത്തിലെ ആളുകളുമായി സംസാരിക്കുമ്പോൾ, മണ്ഡലത്തിലെ പല വിഷയങ്ങളുമായി സംസാരിക്കുമ്പോൾ, നമ്മുടെ ടീമൊക്കെ അവിടെ വോക്സ്പോപ്പും പബ്ലിക് ഒപ്പീനിയനും ഒക്കെ എടുത്ത സമയത്ത് അവിടെ ഒരു സർവാധിപത്യം നിലനിൽക്കുന്നത് PC വിശ്വനാഥ് എന്ന UDFന്റെ കരുത്തനായ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ്. SL സജികുമാറിനെ ചെറുതായി കാണുന്നില്ല. SL സജികുമാർ പ്രത്യേകിച്ച് കുണ്ടറക്കാരൻ കൂടിയാണ്. അപ്പോൾ ചോദിക്കും PC വിശ്വനാഥ് കുണ്ടറക്കാരനല്ലേന്ന്. PC വിശ്വനാഥ് അവിടെ നിന്നൊരു 10 കിലോമീറ്റർ അപ്പുറത്ത് മാത്രമാണ് അദ്ദേഹത്തിന്റെ സ്വന്തം വീടുള്ളത്. അദ്ദേഹം കൊട്ടാരക്കരക്കാരനാണ്. കൊട്ടാരക്കരയും ശാസ്താംകോട്ട DB കോളേജും ശാസ്താംകോട്ടയും പ്രദേശങ്ങളും കുണ്ടറയും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ KSU രാഷ്ട്രീയ കാലം മുതലുള്ള പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കുറെ ഫാക്ടറുകളുണ്ട്. വേണമെങ്കിൽ നമുക്ക് 2021 തെരഞ്ഞെടുപ്പിനെ ഒന്ന് വിശകലനം ചെയ്യാം. UDFനെ സംബന്ധിച്ചിടത്തോളം നാണം കെട്ടു നിൽക്കുന്ന 5 വർഷക്കാലങ്ങൾക്ക് ശേഷമാണ് 2021 തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ 2021 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലങ്ങളാണ് റിസൾട്ടിന് ശേഷം കുണ്ടറയും കരുനാഗപ്പള്ളിയും. അതിന്റെ പ്രധാന കാരണക്കാർ ഈ PC വിശ്വനാഥും CR മഹേഷ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുഖങ്ങളായി നിന്ന 2 പേരാണ്. അതിൽ CR മഹേഷ് 35,000 പര വോട്ടുകൾക്ക് 2016 പരാജയപ്പെട്ടതിനു ശേഷം അവിടുത്തെ MLAയേക്കാൾ
മികച്ച രീതിയിൽ അവിടുത്തെ പ്രവർത്തകർ തോറ്റ MLA എന്ന് കളിയാക്കുമ്പോഴും അദ്ദേഹം ഒരു സ്കൂട്ടറിലും ബൈക്കിലും ലിഫ്റ്റ് അടിച്ച് അവിടെ ഓരോ ആളുകളുടെയും സുഖത്തിലും സന്തോഷത്തിലും അവിടുത്തെ എല്ലാ സമരമുഖങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്നതിന്റെ ഫലമായി വലിയ ഭൂരിപക്ഷത്തിൽ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ വിജയിച്ചു വരുന്ന കാഴ്ച കണ്ട തെരഞ്ഞെടുപ്പാണ് 2021 തെരഞ്ഞെടുപ്പ്. PC വിശ്വനാഥ് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പേര് ആദ്യമേ ഉയർന്നു കേട്ടത് കൊട്ടാരക്കര പോലെയുള്ള പല മണ്ഡലങ്ങളിലാണ്. PC വിശ്വനാഥ് ചെങ്ങന്നൂരിനെ വളരെ നന്നേ ചെറുപ്പത്തിൽ ചെങ്ങന്നൂരിന്റെ MLA ആയ ആളാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആ മണ്ഡലം കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം, അദ്ദേഹത്തിന് ശേഷം പിന്നീട് ആർക്കും അവിടെ UDF വേണ്ടി ആ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. നമുക്കറിയാം നമ്മുടെ സജി ചെറിയാൻ ഇപ്പോൾ പ്രദാനം ചെയ്ത ചെങ്ങന്നൂരാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PC വിശ്വനാഥ് എവിടെ മത്സരിക്കുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിച്ചത് കുണ്ട്രയിലാണ്. അപ്പം കൊട്ടാരക്കരയിൽ ഒരു പ്രത്യേക സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് സമവാക്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുണ്ട്രയിൽ ചെല്ലുമ്പോൾ കുണ്ട്രയിൽ അദ്ദേഹം നേരിടേണ്ടത് ആരെയാണ്? ജെ മേഴ്സിക്കുട്ടിയമ്മയാണ്. അവർ നിലവിൽ മന്ത്രിയാണ്. ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഉയർന്ന വിവാദം, അതുമായി ഉയർന്ന വിവാദങ്ങളൊക്കെയാണ് മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തിയത് എന്നൊരു വാദം കുണ്ട്രയിൽ സഖാക്കന്മാർ തന്നെ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. PC വിശ്വനാഥ് എന്ന് പറയുന്ന ഊർജ്ജസ്വലനായ നേതാവ് അവിടെ ഇറങ്ങി കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ ആളുകൾക്കിടയിലേക്ക് വികസന കാഴ്ചപ്പാടുകളുമായി ഇറങ്ങിയപ്പോൾ കുണ്ട്രയിലെ ആളുകൾ ഇരു കൈകളും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അവസരം ലഭിച്ചതിന് ശേഷം മിണ്ടാതിരുന്നതല്ല. ഒരു സീനിയർ നേതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രായത്തിനനുസരിച്ചല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പദവികൾ അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയി നിൽക്കാമെങ്കിൽ പോലും കഴിഞ്ഞ 5 വർഷവും അദ്ദേഹം കുണ്ട്രയിൽ ഉണ്ടായിരുന്നു, കുണ്ട്രയിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെ, പുള്ളി ഞാൻ പോഡ്കാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ പുള്ളിയോട്. അപ്പൊ പുള്ളി വളരെ കോൺഫിഡന്റ് ആയിട്ട് അവിടുത്തെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കുണ്ട്രയ്ക്ക് വേണ്ടിയിട്ട്. എന്റെ ചോദ്യം ഇതായിരുന്നു, കുണ്ട്രയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താണ് ചെയ്തത് എന്ന ചോദ്യത്തിന് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ കുണ്ട്രയിലുണ്ടായിരുന്നു, ഞാൻ എവിടൊക്കെ പോയാലും വൈകിട്ട് ഞാൻ തിരിച്ച് കുണ്ട്രയ്ക്ക് വരും, കുണ്ട്രയിൽ തന്നെ ഞാൻ ഉണ്ടാവും. അത് അദ്ദേഹം പറഞ്ഞതാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ പദ്ധതി, അദ്ദേഹത്തിന്റെ എന്താണ് പറയാ, PC വിശ്വനാഥിന്റെ കയ്യൊപ്പ് ചാർത്തിയ പദ്ധതിയാണ് കണക്ട് കുണ്ട്ര. കണക്ട് കുണ്ട്ര. അപ്പം കണക്ട് കുണ്ട്രയുടെ കഥകളൊക്കെ പറഞ്ഞു പോയാൽ ഒരു എപ്പിസോഡ് ഒന്നും പോരാതെ വരും. ഒരു മണ്ഡലത്തിന്റെ സർവ്വ വികസനത്തിനും ചെറുപ്പക്കാരെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ എല്ലാ മേഖല കലാ കായിക വിദ്യാഭ്യാസ ആവശ്യമൊക്കെ കരുതൽ ഇതിലെല്ലാം ചേർത്ത് ഒരു ഉമ്മൻചാണ്ടി സ്റ്റൈൽ ഓഫ് എന്താ പറയാ പൊളിറ്റിക്സ് എന്നല്ല, ഉമ്മൻചാണ്ടിയുടെ രീതികൾ കോപ്പി അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അനുകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാതൃകയാക്കി വെച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത ഒരു ഭരണ സംവിധാനം അവിടെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ കണക്ട് കുണ്ട്രയ്ക്കും അപ്പുറത്തേക്ക് എനിക്ക് വൈകാരികമായി ഞാൻ പറയാം, ഒരു കുടുംബത്തിന്റെ ഞാൻ ഒരു വീഡിയോ കണ്ടതാണ്. ഇത് കുറെ പത്രങ്ങളിലൊക്കെ വന്നതാണ്. ഈ അടുത്ത് വില്ലേജ് വാർത്ത എന്ന് പറയുന്ന ചാനലിൽ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ വന്നു. കുണ്ട്ര മണ്ഡലത്തിലെ ഒരു കുടുംബത്തിലെ ചേച്ചിയും അനിയത്തിയും തലയിന്നും പിറ്റേന്നുമായി മരണപ്പെട്ടു. മഞ്ഞപ്പിത്ത ബാധിതരായിരുന്നു ഈ കുട്ടികൾ. കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം ഇവരുടെ 2 കുട്ടികൾ മരണപ്പെട്ടു. ആ കുടുംബത്തിൽ പിന്നെ ബാക്കിയുള്ള ഒരേ ഒരു കുട്ടി, ആ കുട്ടിയും സ്ഥിതി വഷളാണ് എന്ന് ഹോസ്പിറ്റലുകാരെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. PC വിശ്വനാഥ് കുണ്ട്രയുടെ MLA ഇത് അറിഞ്ഞിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹം അവരെ കിംസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. നമുക്കറിയാം കേരളത്തിൽ അത്യാധുനികമായ എല്ലാ ഫെസിലിറ്റീസുമുള്ള അത്യാധുനികമായ ഏതെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ചുരുക്കം ചില ഹോസ്പിറ്റലുകളിൽ ഒന്നാണ് കിംസ്. അവിടുത്തെ ബില്ലും അതുപോലെ ആയിരിക്കും, ലക്ഷങ്ങളായിരിക്കും. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചു PC വിശ്വനാഥ്. അതേപോലെ ഇതിന്റെ PR സ്ട്രാറ്റജിക്ക് ഒന്നും ഇത് ഉപയോഗിച്ചില്ല എന്നുള്ളത്. പക്ഷേ ഒരവസരത്തിൽ ഈ കുടുംബം ക്യാമറയ്ക്ക് മുന്നിൽ ഞങ്ങൾക്ക് ദൈവമാണ് PC വിശ്വനാഥ് ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ആ കുഞ്ഞിന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. ഇത് നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രഖ്യാപിച്ച ഇതുമാത്രം പദ്ധതികളാണ്. ഹൃദയ ശസ്ത്രക്രിയക്ക് വേണ്ടി, ചെവി കേൾക്കാത്തവർക്ക് വേണ്ടി, കണ്ണ് കാണാൻ വയ്യാത്തവർക്ക് വേണ്ടി, കയ്യിൽ പൈസ ഇല്ലാത്തവർക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകിയ മേഖലയാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ പരിപാടികളും കൃത്യമായി ചെയ്തു. കുണ്ട്രയിൽ കഴിഞ്ഞ ദിവസം SL സജികുമാർ ഒരു ചാനലിലോ എന്തോ സംസാരിക്കുന്ന കേട്ടു, PC വിശ്വനാഥ് രാഷ്ട്രീയം പറയുന്നില്ല, BJPക്കെതിരെ സംസാരിക്കാൻ. BJPക്കെതിരെ പിണറായി വിജയൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മറുചോദ്യമുണ്ട്, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. PC വിശ്വനാഥ് രാഷ്ട്രീയം പറയുന്നില്ല, PC വിശ്വനാഥ് പാട്ട് പാടുന്നുള്ളൂ. ഇവിടെ PC വിശ്വനാഥിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയമാണ് സാർ. സുഖമേ നിങ്ങൾ അറിയണം, PC വിശ്വനാഥ് മാതൃകയാക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി രാഷ്ട്രീയ പ്രസംഗങ്ങൾ രാഷ്ട്രീയ വേദികളിൽ നടത്താറുണ്ടായിരുന്നു. PC വിശ്വനാഥും രാഷ്ട്രീയ വേദികളിൽ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന ആളാണ്. കുണ്ട്രയിലെ മുക്കും മൂലയിലും വന്നിരുന്ന MLAയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ, കുണ്ട്രയിലെ പരിപാടികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ, കുണ്ട്രയിലെ സ്വന്തം സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ രാഷ്ട്രീയം പറയാതിരിക്കുന്നതാണ് ഒരു ജനപ്രതിനിധിയുടെ ഉത്തമമായ ക്വാളിറ്റി. PC വിശ്വനാഥിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് താൻ വിഭാവനം ചെയ്ത പദ്ധതികൾ, തന്റെ ടീം വിഭാവനം ചെയ്ത പദ്ധതികൾ, തന്റെ നാട് ആഗ്രഹിക്കുന്ന പദ്ധതികൾ, അത് ആ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കി കൊടുക്കുന്നിടത്ത അതാണ് PC വിശ്വനാഥിന്റെ രാഷ്ട്രീയം. അല്ലാതെ സജികുമാർ സഖാവ് പറയുന്നത് പോലെ, സജികുമാർ സഖാവ് ആരോപിക്കുന്നത് പോലെ
ഒരു മൈക്ക് കെട്ടിക്കൊണ്ട് മുക്കിന് പോയി നിന്ന് താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ ഉറക്കെ വിളിച്ചു പോകുന്നതല്ല യഥാർത്ഥ ജനപ്രതിനിധിക്ക് വേണ്ടുന്ന രാഷ്ട്രീയം. ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവന് വേണ്ടത് ചെയ്തു കൊടുത്തുകൊണ്ട്, വാക്ക് ശ്രദ്ധിക്കുക, ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഔദാര്യമല്ലാതെ അവന്റെ അവകാശമാണ്. അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. 5 വർഷങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് എന്താണ് ആ PC വിശ്വനാഥ് എന്ന് പറയുന്ന ജനപ്രതിനിധിക്കെതിരെ ഉന്നയിക്കാനുള്ള ആരോപണം? ഇപ്പോൾ അവിടെ വലിയ രീതിയിൽ പറയുകയാണ്, കുണ്ട്രയുടെ ട്രാഫിക് ബ്ലോക്ക് മാറ്റാൻ PC വിശ്വനാഥ് ചെയ്തു. PC വിശ്വനാഥ് 5 വർഷം മുമ്പ് ഒരു ഗ്യാരണ്ടി കൊടുത്തു, ഞാൻ അധികാരത്തിലെത്തിയാൽ, ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധി ആയാൽ ഞാൻ ഈ കുണ്ട്രയിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കും. 15 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ 2 MLA മാർ, ആ 2 MLA മാരും 2 ടേമിൽ മന്ത്രിയായവർ, CPM-ന്റെ ഉന്നത നേതാക്കന്മാർ, പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവർ പഠിച്ച പണി 18 നോക്കിയിട്ട് നടപ്പിലാക്കാൻ പറ്റാത്തൊരു പദ്ധതിയാണ്. ഒരു ചെറുപ്പക്കാരൻ ആ മണ്ഡലത്തിലേക്ക് കടന്നു ചെന്നിട്ട് പറയുന്നു, ഞാനത് നടപ്പിലാക്കും എന്ന് പറയുന്നു. ഇപ്പോൾ അവർ ചോദിക്കുകയാണ്, PC വിശ്വനാഥന്റെ ഗ്യാരണ്ടി പൂർത്തിയായിട്ടില്ല, മേൽപ്പാലം വന്നിട്ടില്ല. ഇല്ല സാർ, മേൽപ്പാലം വന്നിട്ടില്ല. പക്ഷേ ഒരു റെയിൽവേ മേൽപ്പാലം കൊണ്ടുവരണമെങ്കിൽ അതിന് വേണ്ടുന്ന കടമ്പകളുണ്ട്. അത് ഒരു പ്രതിപക്ഷ MLA ചാടിക്കടക്കേണ്ടുന്ന കുറേ കടമ്പകളുണ്ട്. അദ്ദേഹം അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി, അവിടുത്തെ രോഗികൾക്ക് വേണ്ടി ഈ റെയിൽവേ മേൽപ്പാലത്തെ പറ്റി നിയമസഭയിൽ കൃത്യമായി സംസാരിച്ചു. അവസാനം ഇതിന് പ്രൊജക്ട് ഉണ്ടാക്കി, ഭരണാനുമതി നേടി, അതിന്റെ നിർമ്മാണ ചുമതലയുള്ള ഏജൻസിയെ നിശ്ചയിച്ചു. ഇനി സ്ഥലം ഏറ്റെടുക്കലിന്റെ പ്രക്രിയയിലേക്ക് പോയി തറക്കല്ലിടാൻ ഒരുക്കമായി, തറക്കല്ലിട്ട് കഴിഞ്ഞു. അത്രയുമൊക്കെ ഒരു പ്രതിപക്ഷ MLA-ക്ക് കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റി. ഇനിയും PC വിശ്വനാഥിനെ ആ നാട് തിരഞ്ഞെടുക്കും. UDF അധികാരത്തിലെത്തുന്നൊരു മന്ത്രിസഭ വന്നാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ കുണ്ട്രയിലെ ട്രാഫിക് ബ്ലോക്ക്, ഞാനൊക്കെ അതിന്റെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരാണ്, അത് മാറ്റത്തക്ക തരത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി. എല്ലാ ചോദ്യങ്ങൾക്കും PC വിശ്വനാഥിന്റെ കയ്യിൽ ഉത്തരവുണ്ട്. എന്ത് ചോദിച്ചാലും PC വിശ്വനാഥിന് വികസനവും കരുതലും എല്ലാ മേഖലയുമായും ബന്ധപ്പെട്ട് മറുപടി പറയാറുണ്ട്. PC വിശ്വനാഥ് ചുമ്മാതങ്ങ് പാട്ടുപാടി പോകുന്നതല്ല സഖാവേ. പാട്ടുപാടി ജയിച്ചവരെയും പാട്ടുപാടി ആളുകളെ പാട്ടിലാക്കി പോയവരെയും അറിയാം. പക്ഷേ നാടിന് വേണ്ടത് ചെയ്തു കൊടുത്തുകൊണ്ട് പാട്ടുപാടുന്ന ആളുടെ പേരാണ് PC വിശ്വനാഥ്. അയാളുടെ പാട്ടിലും രാഷ്ട്രീയമുണ്ട്, അയാളുടെ നോക്കിലും നടത്തിലും പ്രവൃത്തിയിലും ഒക്കെ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ മാത്രമാകില്ല സാറേ, രാഷ്ട്രീയം പ്രവൃത്തി കൊണ്ടും രാഷ്ട്രത്തിന് വേണ്ടത് എന്താണെന്ന് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതിന്റെ ഉത്തരവാണ് PC വിശ്വനാഥ് 2026 നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്ന ആ നാട്ടിലെ വലിയ ഭൂരിപക്ഷം. റിസൾട്ട് വരുമ്പോൾ സജികുമാർ സഖാവിന് മനസ്സിലാകും അദ്ദേഹം പാട്ടുപാടിയത് എന്തിനായിരുന്നു എന്നുള്ളത്. വേറൊരു കാര്യം കൂടെ ഉണ്ട് ചേട്ടാ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, പുള്ളിയെ കണ്ടപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ ഒരു ഫേക്ക് അക്കൗണ്ട് ചെയ്ത് വന്നിട്ട് ഒരു കമന്റ് ആണ്, ഭാര്യയെ കാണിച്ച് വോട്ട് കിട്ടുന്നുണ്ടോ നിന്റെ വിചാരം? PC വിശ്വനാഥിന്റെ ഭാര്യ ആരാണ് എന്നുള്ളതും PC വിശ്വനാഥിന്റെ കുടുംബം എന്താണെന്നുള്ളതും കുണ്ട്രയിലെ ജനങ്ങൾക്കും കേരളത്തിൽ ഒട്ടുമിക്ക ജനങ്ങൾക്കും എല്ലാം അറിയാം. അപ്പോൾ നൈസായിട്ട് ഒരു പെൺകുട്ടിയോട് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ട്, ഒരുപക്ഷെ മേഘയുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇപ്പൊ അവിടെയാണല്ലോ, അക്ഷരാഭ്യാസം ഉണ്ടെങ്കിൽ വായിക്കാൻ താഴെ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്തൊക്കെ ഒരു സുഖമില്ലല്ലോ. ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുത്താൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാം എന്നുള്ളതാണ്. എന്തായാലും മേഘ അങ്ങനെ ഒരുപാട് പേരോടൊന്നും ഫോട്ടോ ഇടാത്ത ഒരാളാണ്. ഇന്റർവ്യൂകളിലൊക്കെ ഒരുപാട് പേരെ കാണുന്നുണ്ടെങ്കിലും എന്തായാലും ഇട്ടതിൽ സന്തോഷമായില്ലേ? ഇപ്പൊ കൃത്യമായ മറുപടി കൊടുത്തില്ലേ? എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുണ്ട്ര MLA ആയി വീണ്ടും PC വിശ്വനാഥ് തെരഞ്ഞെടുത്ത് വന്നതിന് ശേഷം എപ്പോഴെങ്കിലും കാണാൻ ഭാഗ്യം കിട്ടിയാൽ ഈ പോസ്റ്റ് നമുക്ക് കാണിച്ചു കൊടുക്കാം.